ആന്ധ്രാപ്രദേശിലെ പൽനാട് ജില്ലയിൽ നിരോധനാജ്ഞ. തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. മനേഷ്, നേരത്തെ തന്നെ വോട്ടെടുപ്പ് ഘട്ടത്തിൽ തന്നെ പൽനാട് ജില്ലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് ഈ നിരോധനാജ്ഞയ്ക്കുള്ള കാരണം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, 13-ാം തീയതിക്ക് ശേഷം, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം ഏകദേശം 10 ജില്ലകളിൽ, ആന്ധ്രാപ്രദേശിന്റെ 10 ജില്ലകളിൽ വ്യാപകമായ തോതിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെയും ചന്ദ്രഗിരിയിൽ TDP സ്ഥാനാർത്ഥിക്ക് നേരെ, MLA സ്ഥാനാർത്ഥിക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായി. അങ്ങനെ ഓരോ ജില്ലകളിലും സമാനമായ രീതിയിലാണ് ആക്രമണം ഉണ്ടായത്. പക്ഷേ ഏറ്റവും അധികം അക്രമ സംഭവങ്ങൾ നടന്നത് പൽനാട് ജില്ലയിലാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നത് രാവിലെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. പ്രധാനപ്പെട്ട കാരണം ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ, അത് TDP പ്രവർത്തകരും YSRCP പ്രവർത്തകരും ചേരിതിരിഞ്ഞ് എല്ലായിടങ്ങളിലും സമാനമായ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ പൽനാട്, ഗുണ്ടൂർ, കടപ്പ, അനന്തപൂർ, അതുപോലെ തന്നെ അണ്ണാമയ്യ തുടങ്ങിയ വിവിധ ജില്ലകളിൽ വ്യാപകമായ തോതിലുള്ള അക്രമങ്ങൾ ഉണ്ടായിരുന്നു. നേർക്കുനേർ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എല്ലായിടങ്ങളിലും പോയിരുന്നു എന്നുള്ളതാണ്. നിരവധി വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ചിട്ടുണ്ട്, നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, പോലീസുകാരുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പൽനാടുണ്ടായ ഈ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും രൂക്ഷമായിരുന്നത് പൽനാട് ജില്ലയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് പൽനാട് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും എത്ര ദിവസത്തേക്കാണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തായാലും നിരോധനാജ്ഞ തുടരും. കൂട്ടം കൂടുന്നത്, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്ന, അങ്ങനെ എല്ലാത്തിനും തന്നെ ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.